ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT ഓഡിറ്ററി സിസ്റ്റത്തിൽ, ദാറ്റ് ഈസ് ഇയർ സെക്ഷനിൽ വരുന്ന മിഡിൽ ഇയറിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസിഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന രണ്ട് ടേംസാണ് ടിംബാനോ ആൻഡ് മെറിഞ്ചോ. ആൻഡ് ഈ ടിംബാനോ മെറിഞ്ചോ എന്നൊക്കെ പറയുന്നത് ഇയർ ഡ്രമാണ്. So eardrum is also known as tympanic membrane. So timpano and meningo എന്നൊക്കെ പറയുന്നത് tympanic membrane അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിൻ്റെ മെഡിക്കൽ ടേംസ് ആണ്. സോ പ്രൊസീജിയേഴ്സിലേക്ക് വരുമ്പോൾ മെറിംഗോട്ടോമി എന്ന് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ വെർ എ സ്മോൾ ഇൻസിഷൻ ഇസ് മെയ്ഡ് ഇൻ ദി ഇയർ ഡ്രം, ദാറ്റ് ഇസ് ദി ടിംബാനിക് മെമ്പറൈൻ, ടു റിലീവ് പ്രഷർ കോസ്ഡ് ബൈ എക്സസീവ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഓർ ടു ഡ്രെയിൻ പസ് ഫ്രം ദ മിഡിൽ ഇയർ. ദിസ് പ്രൊസീജിയർ is commonly used to treat conditions like acute otitis media or otitis media with effusion, fluid in the middle ear without infection. അപ്പോൾ മെറിംഗോട്ടോമി എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിനിൽ ഒരു സ്മോൾ ഇൻസിഷൻ ഇടുന്നതിനെയാണ്. സോ ഈ പ്രൊസീജിയർ മെയിനായിട്ട് ചെയ്യുന്നത് ഓട്ടൈറ്റിസ് മീഡിയ, അതായത് മിഡിൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മിഡിൽ ഇയറിൽ വരുന്ന ഫ്ലൂയിഡ് അക്യുമുലേഷൻ വിത്തൗട്ട് ഇൻഫെക്ഷനെയാണ് എഫ്യൂഷൻ, ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ ഒരു റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫ്ലൂയിഡിനെയൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മോൾ ഇൻസിഷൻ ഇടുന്നതും മെറിംഗോട്ടോമി എന്നുള്ള പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നതും. നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് ടിംബാനോസ്റ്റോമി. Tympanostomy refers to a surgical procedure in which a small tube called a tympanostomy tube is inserted into the eardrum to allow air to enter the middle ear. This procedure is often done to treat chronic ear infections or fluid accumulation behind the eardrum that doesn't resolve with other treatments. അപ്പോൾ ടിംബാനോസ്റ്റോമി എന്ന് പറയുമ്പോൾ, ഓസ്റ്റമി എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അവിടെ ഒരു സ്മോൾ ട്യൂബിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു ട്യൂബിനെ പറയുന്നത് ടിംബാനോസ്റ്റോമി ട്യൂബ് എന്നാണ്. സോ ഈ ഒരു ട്യൂബ് പ്ലേസ് ചെയ്യുമ്പോൾ എയർ ഫ്ലോ, അവിടെ മിഡിൽ ഇയറിലുള്ള എയർ ഫ്ലോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോണിക് ഇയർ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷനൊക്കെ വരുമ്പോൾ, വേറൊരു ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പറ്റാതെ വരുമ്പോൾ നമ്മൾ ടിംബാനോസ്റ്റോമിയാണ് പെർഫോം ചെയ്യുന്നത്. സോ 2 ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് മെറിംഗോട്ടോമി ആൻഡ് ടിംബാനോസ്റ്റോമി. അപ്പോൾ ഓസ്റ്റമി ആണോ ഓട്ടമി ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മിഡിൽ ഇയർ എന്നുള്ളൊരു ഹെഡിങ് കാണാം. അതിൻ്റെ അണ്ടറിലാണ് ഇൻസിഷൻ ഉള്ളത്. സോ അവിടെ 69420 എന്ന് പറയുന്നത് മെറിംഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് ഓർ യൂസ്താഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷൻ ആണ്. ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത് മെറിംഗോട്ടോമി ആണ്. അവിടെ ഒരു ആസ്പിറേഷൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ യൂസ്താഷ്യൻ ട്യൂബിൻ്റെ ഇൻഫ്ലേഷൻ ആണ് പറയുന്നത്. സോ അത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 69421 വരുമ്പോൾ മെറിംഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് യൂസ്താഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷൻ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. അപ്പോൾ ഒരു ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ അനസ്തീഷ്യ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ 69420 ആണ് നമ്മൾ കൊടുക്കുക. ഇനി 69421 എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ മെറിംഗോട്ടോമി ഒരു സ്മോൾ ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്ത് ഏതർ അവിടെ ആസ്പിറേഷൻ അല്ലെങ്കിൽ യൂസ്താഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അണ്ടർ ജനറൽ അനസ്തീഷ്യ ആണെങ്കിൽ 69421 ആണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. ഇനി 69424 ആണെങ്കിൽ വെന്റിലേറ്റിംഗ് ട്യൂബ് റിമൂവൽ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. ഒരു വെന്റിലേറ്റിംഗ് ട്യൂബ് ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ റിമൂവ് ചെയ്യാണ് അണ്ടർ ജനറൽ അനസ്തീഷ്യ ആണെങ്കിൽ 69424 ആണ്. So for bilateral procedure 69424 with modifier 50 ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി do not report code 69424 in conjunction with 69205, 210, 420, 421, 433 to 676, 710 to 745, 8012, 930 ഒക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വന്ന ഓപ്ഷൻസിൽ ഈ കോഡുകളെ തമ്മിൽ, അതായത് ഡു നോട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. സോ എപ്പോഴും ഈ ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കോഡ് 69433 ആണ്. ടിംബാനോസ്റ്റോമി ആണ്. റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ്, ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. സോ ഇവിടെ ടിംബാനോസ്റ്റോമി ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബും പറയുന്നുണ്ട്. ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് 69433 ആണ്.
ഫോർ ബൈലാറ്ററൽ പ്രൊസീജിയർ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. For tympanostomy requiring insertion of ventilating tube with iontophoresis using an automated tube delivery system, use 0583T code, temporary കോഡാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പം പറയുകയാണ് ടിംബാനോസ്റ്റോമി, ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ് വിത്ത് iontophoresis ഒക്കെ പറയുന്നു, ഓട്ടോമേറ്റഡ് ട്യൂബ് ഡെലിവറി സിസ്റ്റം ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ ഈ ഒരു താഴെയുള്ള ബ്രാക്കറ്റ് ശ്രദ്ധിച്ച് നമുക്ക് ആ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 69436 എന്ന് പറയുന്നതും ടിംബാനോസ്റ്റോമി ആണ്, റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബാണ്. ബട്ട് അവിടെ എന്താണ്, ജനറൽ അനസ്തീഷ്യ ആണ്. 433 ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. 436 വരുമ്പോൾ ജനറൽ അനസ്തീഷ്യ ആണ്. അപ്പോൾ അത് മാത്രമാണ് ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത്. സോ എക്സാമിന് നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്യുക എന്ത് ടൈപ്പ് ഓഫ് അനസ്തീഷ്യ ആണ് യൂസ് ചെയ്തത് എന്നുള്ളത്, എന്നിട്ട് വേണം കോഡ് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. An infant who has chronic otitis media in the right and left ears was placed under general anesthesia and a radial incision was made in the posterior quadrant of the left and right tympanic membranes. A large amount of mucoid effusion was suctioned and then a ventilating tube was placed in both ears. What CPT and ICD Chansium codes are reported? സോ ഇവിടെ ഒരു ഇൻഫൻറ്റ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇയേഴ്സിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അണ്ടർ ജനറൽ അനസ്തീഷ്യ ആണ്. സോ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ആണ് പേഷ്യൻറ്റിനുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇയറിലും ഉണ്ട്. അപ്പോൾ ബൈലാറ്ററൽ ബോത്ത് ഇയേഴ്സിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ patient was placed under general anesthesia ആണ്. സോ അനസ്തീഷ്യ ടൈപ്പ് എന്ന് പറയുന്നത് ജനറൽ ആണ്. ഒരു റേഡിയൽ ഇൻസിഷൻ ഇടുന്നുണ്ട്. സോ ഈ ഇൻസിഷൻ കാണുമ്പോൾ നമ്മളത് മിറിംഗോട്ടോമി എന്ന് കംപ്ലീറ്റ്ലി അസ്യൂം ചെയ്യരുത്, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കുക. സോ അവിടെ ടിംബാനിക് മെംബ്രെയിനിൽ ഇൻസിഷൻ ഇടുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് മ്യൂക്കോയിഡ് എഫ്യൂഷൻ നടത്തുന്നുണ്ട്, എഫ്യൂഷൻ ഉണ്ട്, അത് സക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വെന്റിലേറ്റിംഗ് ട്യൂബ് പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ വെന്റിലേറ്റിംഗ് ട്യൂബ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ടിംബാനോസ്റ്റോമി ആണ്. ഓക്കെ, ഇൻസിഷൻ ഇട്ടിട്ടാണ് ഈ ഒരു വെന്റിലേറ്റിംഗ് ട്യൂബിന് അവിടെ ഒരു പെർമനൻറ്റ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വെന്റിലേറ്റിംഗ് ട്യൂബ് പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇൻസിഷൻ എന്ന് കാണുമ്പോൾ മാത്രം നമ്മളത് മിറിംഗോട്ടോമി ആയിട്ട് വിചാരിക്കരുത്. ഇവിടെ വെന്റിലേറ്റിംഗ് ട്യൂബ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ബോത്ത് ഇയേഴ്സ് ആണ്, അതായത് ബൈലാറ്ററൽ ആണ്. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 69436 മോഡിഫയർ 50 H65.33 ആണ് ICD കോഡ് വരുന്നത്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ ആൻസറിലേക്ക് എത്താൻ. വെറുതെ കേട്ടുകൊണ്ടിരിക്കാതെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ ആ കോഡുകൾ എന്താണെന്നുള്ളതും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി ഫെമിലിയർ ആയിരിക്കും. സോ ഓപ്ഷൻ എ 69436 ആണ്. That is tympanostomy requiring insertion of ventilating tube under general anesthesia ആണ്. സോ ആ ഒരു കോഡ് നമുക്ക് ഓക്കെ ആണ്, ബൈലാറ്ററൽ ആണ്. സോ മോഡിഫയർ 50 ഓക്കെ ആണ്. ഇനി ഓപ്ഷൻ ബിയിലും സെയിം കോഡ് തന്നെയാണ്. ഓപ്ഷൻ സിയിൽ 69433 ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് tympanostomy റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ് ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ജനറൽ അനസ്തീഷ്യ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ICD കോഡ് നോക്കാതെ തന്നെ CPT കോഡിൽ നിന്ന് എലിമിനേഷൻ മാക്സിമം ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് CPT കോഡ് ഇപ്പോൾ ഓപ്ഷൻ എയിലും ബിയിലും സെയിം ആണ്. അപ്പോൾ നമുക്ക് ICD കോഡ് നോക്കിയാലേ കറക്റ്റ് ആൻസർ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം ICD കോഡിലേക്ക് പോവുക. എക്സാമിന് ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ആവും. സോ ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 69421 ആണ്. ദാറ്റ് ഇസ് മിറിംഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് യൂസ്റ്റാഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷൻ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. അവിടെ ജനറൽ അനസ്തീഷ്യൊക്കെയാണ് പറയുന്നത്, ബട്ട് എന്താണ് മിറിംഗോട്ടോമി ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സോ അതുകൂടി എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് പിന്നെ എയും ബി ആണ്. ഇതിലേതാണ് ICDയിൽ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ പറയുന്ന കോഡ് എന്ന് നോക്കിയാൽ മതി. സോ ഓപ്ഷൻ എയിൽ H65.33 ആണ്. ദാറ്റ് ഇസ് ക്രോണിക് മ്യൂക്കോയിഡ് ഓട്ടൈറ്റിസ് മീഡിയ ബൈലാറ്ററൽ ആണ്. ഓപ്ഷൻ ബിയിൽ H66.43 ആണ്. ദാറ്റ് ഇസ് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ
വിത്ത് മ്യൂക്കോയിഡ് ആണ്. അപ്പം മ്യൂക്കോയിഡ് എഫ്യൂഷൻ ഉണ്ട്, അത് സക്ഷൻ ചെയ്തു എന്നൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. സോ ഇത് ക്രോണിക് മ്യൂക്കോയിഡ് ഓട്ടൈറ്റിസ് മീഡിയ ബൈലാറ്ററൽ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 2. A patient with a history of persistent serous otitis media presents to have tubes placed in her ears. The patient was brought to the operating room, given a general anesthetic with a bag and mask. The ear canals were inspected. A tympanostomy incision was made in the anterior inferior quadrant in a radial incision. A small amount of serous fluid was found in the middle ear space on both sides. An Armstrong Grumman ventilation tube was placed in both ears with alligator forceps and suction clear. Tobradex drops were placed through the PE tube in each ear. The correct coding for this procedure is. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും, ബട്ട് കാര്യങ്ങളെല്ലാം സിമ്പിൾ തന്നെയാണ്. സോ ഇവിടെ ഒരു പേഷ്യൻ്റ് ഒരു ഹിസ്റ്ററി ഓഫ് സീറസ് ഓട്ടൈറ്റിസ് മീഡിയ ആണ്, പേഴ്സിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് ട്യൂബ് പ്ലേസ്ഡ് ഇൻ ഹർ ഇയേഴ്സ് ആണ്, അതായത് ട്യൂബ് പ്ലേസ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വരുന്നു. ജനറൽ അനസ്തീഷ്യ ആണ് കൊടുക്കുന്നത്. ഒരു ടിംബാനോസ്റ്റോമി ഇൻസിഷനാണ് ഇടുന്നത്, റേഡിയൽ ഇൻസിഷനാണെന്ന് പറയുന്നു. വെന്റിലേഷൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്നുണ്ട് ഇൻ ബോത്ത് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു CPT പ്രൊസീജിയർ കോഡ് എടുക്കാനായിട്ട്. സോ ഇവിടെ ജനറൽ അനസ്തീഷ്യ ആണ്, ടിംബാനോസ്റ്റോമി ആണ്, വെന്റിലേഷൻ ട്യൂബ് പ്ലേസ്മെൻ്റ് ഉണ്ട്, ബൈലാറ്ററൽ ആണ്. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 69631 ആണ്. ദാറ്റ് ഇസ് ടിംബാനോപ്ലാസ്റ്റി വിത്തൗട്ട് മാസ്റ്റോയിഡ് എക്ടമി ആണ്. ഇവിടെ ടിംബാനോപ്ലാസ്റ്റി ഓപ്ലാസ്റ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ടിംബാനോസ്റ്റോമി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി 69433 ആണ്. ദാറ്റ് ഇസ് ടിംബാനോസ്റ്റോമി റിക്വയറിംഗ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ്, ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. അവിടെ അനസ്തീഷ്യ ടൈപ്പ് എന്ന് പറയുന്നത് ലോക്കൽ അല്ലെങ്കിൽ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ജനറൽ അനസ്തീഷ്യ ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ 69641 ആണ്. ദാറ്റ് ഇസ് ടിംബാനോപ്ലാസ്റ്റി വിത്ത് മാസ്റ്റോയിഡെക്ടമി തന്നെയാണ്. അവിടെ ടിംബാനോപ്ലാസ്റ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോഴും കോഡുകൾ എടുക്കുമ്പോൾ നമുക്കിപ്പം എന്താണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇൻസിഷൻ്റെ അണ്ടറിലാണ് ഇപ്പം മെറിങ്കോട്ടോമി ആയാലും ടിംബാനോസ്റ്റോമി ആയാലും വന്നിട്ടുള്ളത്. സോ ഈ പറഞ്ഞ 69631 641 എന്നൊക്കെ ഉള്ളത് റിപ്പയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പ്രൊസീജിയർ കറക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ കോഡുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഓപ്ഷൻ ഡി നോക്കിയാൽ 69436 ആണ്. ദാറ്റ് ഇസ് ടിംബാനോസ്റ്റോമി അണ്ടർ ജനറൽ അനസ്തീഷ്യ ആണ്. സോ ഇവിടെ ബൈലാറ്ററലാണ് പ്രൊസീജിയർ ഉള്ളത്, അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്തതിലും 69436 മോഡിഫയർ 50 ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലും ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണെങ്കിലും ആൻസർ സെയിം ആണ്. സോ ഈ ഒരു കോഡ് ഇമ്പോർട്ടൻറ്റ് കോഡാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കോഡ്സ് വുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദി ഫോളോയിങ് കേസ്? Preoperative diagnosis, bilateral impacted ventilating tube. Postoperative diagnosis, same. Anesthesia, general. Procedure performed, removal and replacement of new tubes bilaterally via tympanostomy. Procedure, Sammy, a 16-year-old patient, was admitted and taken to the operating suite and placed under general anesthesia by inhalation. When adequate sedation was achieved, a 3.8 mm speculum was inserted into the left ear, wax removed and speculum removed. The impacted tube was then removed. A new site was achieved within the same tympanosclerosis plaque and a new tube placed. The same procedure was repeated to the right ear. Sammy was sent to the recovery suite in the stable condition. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയർ പെർഫോംഡ് എന്താണ് എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക്
ഒരു ഐഡിയ കിട്ടും. റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ന്യൂ ട്യൂബ്സ് ആണ്, ബൈലാറ്ററലി ആണ്, ടിംബാനോസ്റ്റോമി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രൊസീജിയർ നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ അതിലും ഇതൊക്കെ തന്നെയാണ്, ജനറൽ അനസ്തീഷ്യ ആണ്. ഓൾറെഡി അനസ്തീഷ്യ എന്താണ്, ജനറൽ ആണ് എന്ന് നമുക്ക് അനസ്തീഷ്യ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എയിൽ 69424 ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് വെന്റിലേറ്റിംഗ് ട്യൂബ് റിമൂവൽ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. സെക്കൻഡ് കോഡ് 69436 ആണ്, ദാറ്റ് ഈസ് ടിംബാനോസ്റ്റോമി റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ് ജനറൽ അനസ്തീഷ്യ. സോ ഇത് കാണുമ്പോൾ ഇവിടെ നമുക്ക് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പറയുന്നുണ്ട്. അതായത് ഓൾറെഡി ഉള്ള ഒരു ട്യൂബിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ ഓൾറെഡി പ്ലേസ് ചെയ്ത് ഒരു ഇൻസേർഷൻ്റെ കൂടെ റിമൂവലും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു സെയിം ട്യൂബിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു എക്സ്ട്രാ ഇനി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ 69433 ആണ്, ദാറ്റ് ഈസ് ടിംബാനോസ്റ്റോമി ബട്ട് ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. ഓപ്ഷൻ സി 69436 ആണ്, ടിംബാനോസ്റ്റോമി അണ്ടർ ജനറൽ അനസ്തീഷ്യ, ബൈലാറ്ററൽ ആണ്. ഓപ്ഷൻ ഡി 69424 ആണ്, ദാറ്റ് ഈസ് വെന്റിലേറ്റിംഗ് ട്യൂബ് റിമൂവൽ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. പിന്നെ സെക്കൻഡ് കോഡ് വരുന്നത് 69433 ആണ്, ദാറ്റ് ഈസ് ടിംബാനോസ്റ്റോമി ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്, അനസ്തീഷ്യ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ വരാം ഓപ്ഷൻ എ ആണോ സി ആണോ എന്നുള്ളതാണ്. കാരണം ഓപ്ഷൻ എയിൽ നമുക്ക് റിമൂവൽ ആൻഡ് ഒരു ഇൻസേർഷൻ കോഡ് ഉണ്ട്, ഓപ്ഷൻ സിയിലാണെങ്കിൽ നമുക്ക് ഇൻസേർഷൻ മാത്രമേ കോഡുള്ളൂ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 69436. ബൈലാറ്ററൽ ആയതുകൊണ്ട് മോഡിഫയർ 50. എപ്പോഴും റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഇൻസേർഷൻ റീപ്ലേസ്മെൻറ്റിൻ്റെ കോഡ് മാത്രം കൊടുത്താൽ മതി. ഒരു ട്യൂബ് പ്ലേസ്മെൻറ്റ് ആൻഡ് റിമൂവൽ എന്ന് പറയുന്നത്, അതായത് ഒരു ട്യൂബ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൂവൽ എന്ന് പറയുന്നത് ഓൾറെഡി ബണ്ടിൽഡ് വിത്ത് പ്ലേസ്മെൻ്റ് ആണ്. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് എക്സാമിനും അത് തന്നെ ഉണ്ടാവുക. നമ്മൾക്ക് കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബട്ട് അത് ചോദിക്കുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ അത് നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ ഇത്രയാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് പറയാനുള്ളത്, ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. സോ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ മെയിൽ ചെയ്യുക, medcoda0907@gmail.com, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ് ഹാൻഡിൽ വരുന്നത്. താങ്ക് യു. And if you feel this video is helpful, please do like, share and subscribe. Also, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ please do comment below. Thank you.